ഹായ് ഗായ്സ്, അപ്പോൾ പറഞ്ഞു നടക്കുന്നൊരു റെസിപ്പി വീഡിയോ ആണ്. നമ്മൾ മുന്നേ പറഞ്ഞു നടക്കുന്ന ഒരു കോളിഫ്ലവർ റൈസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ ബേസിക് മസാലാസൊക്കെ വെച്ചിട്ട് നമ്മൾ കോളിഫ്ലവർ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വെക്കുക. പിന്നെ റൈസും വേവിച്ച് വെക്കുക. പിന്നീട് നമുക്ക് വെളുത്തുള്ളി, സവാള, പച്ചമുളക് എല്ലാം അരിഞ്ഞ് വെക്കുക. തിളച്ച എണ്ണയിലോട്ട് നമ്മൾ കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരുംജീരകം എല്ലാം ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതെല്ലാം മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒത്തിരി കരിഞ്ഞു പോകരുത്. പിന്നീട് നമ്മുടെ അരിഞ്ഞു വെച്ച സാധനങ്ങളെല്ലാം ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് എടുക്കുക. നല്ലൊരു ഗോൾഡൻ കളറൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് മസാലാസൊക്കെ ആഡ് ചെയ്യാം. മസാലാസ് എന്ന് പറയുമ്പം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഒരല്പം ഗരം മസാല, പിന്നെ ഉപ്പിടാൻ മറക്കരുത് കേട്ടോ. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി നല്ല പോലെ എടുക്കുക. അപ്പം നല്ലൊരു സ്മെല്ലൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതിലേക്കാണ് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ കോളിഫ്ലവർ ആഡ് ചെയ്യുന്നത്. അപ്പം കോളിഫ്ലവർ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് അത് മസാലാസ് അതിലേക്ക് പിടിക്കണം. എന്നിട്ടാണ് നമ്മൾ നമ്മുടെ ചോറ് അതിനകത്തോട്ട് തട്ടി കുറേശ്ശെ ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. എൻ്റെ ചോറിട്ട് വന്നപ്പോൾ ഒത്തിരി ഉള്ളതുകൊണ്ട് ഞാൻ പിന്നീട് പാത്രം തന്നെ മാറ്റേണ്ടി വന്നു. ലാസ്റ്റ് കുറച്ച് മല്ലിയിലേക്ക് തൂവി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. സാലഡൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് കഴിക്കാം. നല്ല സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.